ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൻഹാർ അൽ ഫൈഹ, സിനൗ, ഒമാൻ. KC സെന്റർ, കരുനാഗപ്പള്ളി, കൊല്ലം. Papan speaking. ബിന്ദു, താനെന്താ വളരെ ദുഃഖിച്ച്? ഏയ്, എന്തു പറ്റി? ഞാൻ സംസാരിക്കാം. ബിന്ദു, ഇങ്ങനെ പിണങ്ങിപ്പോയാലെങ്ങനെ? ഞാൻ നിന്നെ കാത്ത് എത്ര നേരമായിരിക്കുന്നു? പ്ലീസ് ഒന്നിച്ചിരിക്കൂ. യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. സ്ഥലം MLA, പാർട്ടി ജില്ലാ സെക്രട്ടറി ഇവിടെ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. റെയിൽവേ പോലീസ്, ലോക്കൽ പോലീസ് ഇവിടെ എല്ലാം പരാതി എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ടീച്ചർമാരെ കണ്ടുപിടിക്കും. ബിന്ദു സമാധാനമായിരിക്കും. എന്താ നീ പറയുന്നത്? റെയിൽവേ പോലീസും ബിന്ദുവുമായി എന്താ ബന്ധം? ബിന്ദു എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ വന്നപ്പോ ചിങ്ങവനം കഴിഞ്ഞപ്പോ ട്രെയിനിലെ TT-മാർക്കൊരു ഇളക്കം. ബിന്ദുവിന്റെ ഈ പ്രോപ്പർ ടിക്കറ്റ് ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. എങ്കിലും ആ ടിക്കറ്റ് പോരാ, വേറെ ടിക്കറ്റ് ഉണ്ടെങ്കിലേ ആ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ബിന്ദു ടിക്കറ്റ് കാണിച്ചില്ലേ? കാണിച്ചതാ. അപ്പൊ അവരത് വാങ്ങിച്ച് കീറിക്കളയാൻ നോക്കി. അല്ലെങ്കിൽ ബിന്ദു ഈ TT-മാരോടൊപ്പം AC കമ്പാർട്ട്മെന്റിലോ ഫസ്റ്റ് ക്ലാസ് കൂപ്പയിലോ യാത്ര ചെയ്താ ടിക്കറ്റും വേണ്ടെന്ന് പറഞ്ഞു. കമ്പാർട്ട്മെന്റിൽ വേറെ യാത്രക്കാരില്ലായിരുന്നു? കുറവായിരുന്നു. ഞാൻ എതിർത്തപ്പോൾ ഒരു റെയിൽവേ വർക്ക്ഷോപ്പുകാരൻ വേഷം മാറി വിജിലൻസ് ആണെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. ഒരുവിധം ഞാനിവിടെ എത്തിയത്. ട്രെയിനിൽ ഇതൊരു സ്ഥിരം പതിവായിരിക്കുകയാണല്ലോ. സ്ത്രീ യാത്രക്കാരുടെ മേൽ TT-മാരുടെയും ഭിക്ഷക്കാരുടെയും ആക്രമണം. ഇവന്മാരെന്തെങ്കിലും ആക്രമണം ട്രെയിനിൽ കാണിച്ചാലോ രക്ഷിക്കാൻ DREU, SRMU തുടങ്ങിയ റെയിൽവേ യൂണിയൻ നേതാക്കന്മാർ ഇടപെടും. ഇവരെങ്ങാനും സസ്പെൻഡ് ചെയ്താലോ ഉടൻ പിൻവലിപ്പിക്കും. സസ്പെൻഡ് ചെയ്യല്ല വേണ്ടത്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് മറ്റ് ശിക്ഷാ നടപടികൾ കൂടി നടപ്പാക്കണം. ഹായ്, എവിടേക്കാ? നീ എന്താ റെയിൽവേ ടിക്കറ്റ്? ഹേയ്, നാണക്കേട്. ഞാൻ ചുമ്മാ ചോദിച്ചതാ. റെയിൽവേയിൽ യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന കുറെ നേതാക്കൾ ജോലി ചെയ്യാതെ ഒപ്പിടാതെ ശമ്പളം പറ്റുന്നവരാ. അതിലൊരു നേതാവ് CBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ പ്രതിയാ. ഈ നേതാവ് വിദ്യാഭ്യാസമില്ലാതെ എങ്ങനെ TT ആയി? ഇതെങ്ങനെ ചീഫ് ടിക്കറ്റ് എക്സാമിനറായി? എവിടുന്ന് സമ്പാദിച്ചു ഈ കോടികൾ? ഒരു ട്രാൻസ്ഫറിന് 1 ലക്ഷത്തോളം രൂപയായി ഈ യൂണിയൻ നേതാവ് കൈക്കൂലി വാങ്ങുന്നത്. പിന്നെങ്ങനെ ഇയാൾ കൂറ്റൻ ബംഗ്ലാവ് പണിയാതിരിക്കും? യൂണിയനുകൾ നല്ലതാ, പക്ഷേ യൂണിയന്റെ പേരിൽ അഹങ്കരിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ പ്രമാണിത്തമാണെന്ന് ഇന്ത്യൻ റെയിൽവേ. അത് കാരണം എന്തു പറ്റി? ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ ഇന്ന് നഷ്ടത്തിന്റെ പാതയില. എന്തു വന്നാലും സ്ത്രീ യാത്രക്കാർക്ക് ട്രെയിനിൽ യാതൊരു സുരക്ഷിതത്വമില്ല. ഭയമാണ് യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് ഭിക്ഷക്കാരായ TT-മാരെ. നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് ട്രെയിൻ. പക്ഷേ ഈ അടുത്തിടെ സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ കൂടുന്നു. ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പ്രതികളാവുന്നു. ഇവരെ സഹായിക്കാൻ സ്ത്രീകളടങ്ങിയ ഒരു സംഘം AC കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു. ഈ പപ്പൻ ഒന്നേ പറയാനുള്ളൂ, ഈ കടന്നാക്രമണം കൂടിയ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഇല്ലാതായ ജനമിളകും. അപ്പം നെട്ടോട്ടം ഓടേണ്ടി വരും. വഴി നീളെ തട്ട് കിട്ടും, അത്ര തന്നെ. Shop and win Toyota Yaris. Welcome this summer with Anhar Al Faiha Hypermarket. Hurry, hundreds of surprise gifts and offers waiting for you. Faiha Fresh, with you freshly. Get lucky coupon for every 5 Riyal purchase. Don't miss it. അൻഹാർ അൽ ഫൈഹ ഹൈപ്പർ മാർക്കറ്റ്, സിനൗ, ഒമാൻ. വിസ്മയങ്ങളുടെ സ്വപ്നലോകം 2ാം വയസ്സിലേക്ക്. ഓരോ ഷോപ്പിംഗും വിസ്മയമാക്കി മാറ്റിയ KC സെന്റർ നിങ്ങൾക്കായി വീണ്ടും അതിശയങ്ങളുമായി കാത്തിരിക്കുന്നു. വ്യത്യസ്തത കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് KC സെന്റർ ഗ്രാൻഡ് ഷോപ്പിംഗ് ഹൈപ്പർ മാർക്കറ്റ്. അറിഞ്ഞില്ലേ? മാന്യ കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് കരുനാഗപ്പള്ളിയുടെ ഷോപ്പിംഗ് വിസ്മയമായ KC സെന്റർ ഇപ്പോൾ കൂടുതൽ വിശാലതയിൽ, കൂടുതൽ പുതുമകളും അതിലേറെ വിസ്മയ കാഴ്ചകളുമായി KC സെന്റർ 2ാം വയസ്സിലേക്ക്. ക്വാളിറ്റി ഈസ് അവർ കമ്മിറ്റ്മെന്റ്.
KC Center, Grand Shopping Hypermarket, Karunagapalli, Kollam. This program brought to you by Anhar Al Faiha, Sinau, Oman, KC Center, Karunagapalli, Kollam.